എന്ത് ധൈര്യത്തിലായി വീഡിയോ എടുക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. എനിവേയ്സ്, വെൽക്കം ബാക്ക് ഒരു യൂട്യൂബ് ചാനൽ. ദയവ് ചെയ്ത് ഞാൻ ഈ പറയുന്ന കണ്ടന്റിന് പോസിറ്റീവായാലും നെഗറ്റീവായാലും കമന്റിൽ ഇട്ടോളൂ കേട്ടോ. ഞാനിവിടെ ഇന്ത്യയെ പറ്റിയല്ല പറയുന്നത്, കേരളത്തിനെ പറ്റിയാണ് പറയുന്നത്. കൂടെ മോദിയുടെ സ്റ്റേറ്റിനെ പറ്റിയും കുറച്ച് പറയുന്നുണ്ട് കേട്ടോ. കേരളം കഴിഞ്ഞും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിലും എല്ലാവർക്കും പോസിറ്റീവ്സും ഉണ്ട്, നെഗറ്റീവ്സും ഉണ്ട്. ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കേരളത്തിലെ ഹെൽത്തി ആൻഡ് സെക്യൂർഡ് ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് സ്റ്റേറ്റ് തന്നെയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ്. അത് കൂടുതലും മനസ്സിലാകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമ്മൾ കേരളത്തിന് പുറത്തു പോകുമ്പോഴാണ് കേട്ടോ. കേരളത്തിൽ ഹെൽമെറ്റ് വെക്കണം, അതുപോലെ തന്നെ ജോലി സാധ്യത വളരെ കുറവാണ് എന്നൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിൽ കൂടിയും കേരളത്തിൽ ഹെൽമെറ്റ് വെക്കാറുണ്ട്. മോദിയുടെ പ്ലേസ് അങ്ങ് ഗുജറാത്തിൽ ഫോർവേ ആണ്, അവിടെ ആരും ഹെൽമെറ്റ് വെക്കാറില്ല. നമ്മുടെ കേരളത്തിലായാലും ഒരുപാട് വികസനം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മോദിയുടെ സ്റ്റേറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 10-1 പോലും ഇവിടെ ആയിട്ടില്ല. ഞാനിത് പറയാനുള്ള മേജർ റീസൺ, കേരളത്തിന് ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട്, ഇനിയും നന്നാകാനുള്ള റീസൺസ് ഒരുപാടുണ്ട്, അത് നന്നാക്കാനും പറ്റും എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ കേരളത്തിൽ ഇനിയും ബെറ്റർ ആകാൻ പറ്റും എന്ന് ഞാൻ ചിന്തിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബും ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ആണെങ്കിൽ ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ഞാൻ ഇനിയും ചെയ്യുന്നതായിരിക്കും. വീണ്ടും പറയുകയാണ്, എനിക്ക് തോന്നിയ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. ഞാനിപ്പോൾ ഓരോ റീസൺസ് പറഞ്ഞാലും മറ്റുള്ള സ്റ്റേറ്റിൽ ഇങ്ങനെയൊന്നും അല്ലല്ലോ എന്ന് നിങ്ങൾക്ക് പറയാനൊക്കെ ഓപ്ഷൻ ഉണ്ട്. പക്ഷേ എങ്കിലും ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നതേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം, നമ്മുടെ കേരളത്തിൽ എവിടെയൊക്കെയാണ് പബ്ലിക് ടോയ്ലറ്റ് ഉള്ളത്? എൻ്റെ ഒരു അറിവിൽ ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനെയുള്ള പൊതുജനങ്ങൾ വരുന്ന സ്ഥലത്താണ് കൂടുതലും ടോയ്ലറ്റ് ഉള്ളത്. ഞാൻ മറ്റ് കൺട്രീസിനെയൊന്നും കമ്പയർ ചെയ്ത് പറയുന്നില്ല. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഗുജറാത്ത് ഞാൻ എടുത്ത് പറയുന്നതേ ഉള്ളൂ ഈ ഒരു ടോക്കിൽ. ഗുജറാത്തിൽ ഓരോ ജംഗ്ഷനിലും ഇതുപോലെ പബ്ലിക് ടോയ്ലറ്റ് ആണ് ഗൈസ്. ഗുജറാത്ത് ആയാലും കേരളമായാലും ഇന്ത്യയിൽ തന്നെ അല്ലേ. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ കുറച്ചധികം മണിക്കൂർ ട്രാവൽ ചെയ്യുന്നവരാണെങ്കിൽ കൂടി നമ്മൾ പബ്ലിക് ടോയ്ലറ്റ് യൂസ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ പബ്ലിക് ടോയ്ലറ്റിനെ പറ്റി എല്ലാവർക്കും അറിയാലോ അല്ലേ. ഭൂരിഭാഗം ആൾക്കാരും ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഇത്തരം സിറ്റുവേഷൻ ഒഴിവാക്കുക ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ വെള്ളം കുടിക്കില്ല. അപ്പോൾ പബ്ലിക് ടോയ്ലറ്റിന്റെ കാര്യം എടുത്ത് നോക്കിയാലും ഇങ്ങനെയുള്ള സിറ്റുവേഷൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനൊക്കെ ആയാലും പബ്ലിക് പ്ലേസ് ഒക്കെ ആയാലും അവിടെയുള്ള ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ എല്ലാവർക്കും പറ്റുമോ? പോട്ടെ, ഇനി ഒരു റെസ്റ്റോറന്റിലാണെങ്കിൽ കൂടിയും അവിടെ എല്ലാവർക്കും അഫോർഡബിൾ ആണോ? കോസ്റ്റ് വൈസും പ്രാക്ടിക്കൽ വൈസും ഒരുപാട് വ്യത്യാസമുണ്ട് അതിന്. ഒരുപാട് ആൾക്കാരെ ഇത് ബാധിക്കുന്നില്ലായിരിക്കും, എങ്കിലും ഒരു ഭൂരിഭാഗം സ്ത്രീകളെ ഇത് വലിയ രീതിയിൽ എഫക്ട് ചെയ്യുന്നുണ്ട്. സ്ത്രീകളെ മാത്രമെന്ന് ഞാൻ എടുത്ത് പറയുന്നില്ല, എല്ലാവരെയും എഫക്ട് ചെയ്യുന്നുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, ഡിഫറെന്റ്ലി ഏബിൾ ആയിട്ടിരിക്കുന്ന ആൾക്കാരെ പറ്റിയാണ്. ഫാമിലി മെമ്പേഴ്സ് ആയാലും അവരെ നോക്കുന്നവരായാലും അവരുടെയൊക്കെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് അവരൊക്കെ വീട്ടിൽ തന്നെ ഇരിക്കണം. ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ. ഡിസേബിലിറ്റി ഉള്ള ആൾക്കാർ അവർക്ക് വീട്ടിൽ തന്നെ ഇരിക്കണം എന്നാണ്. പക്ഷേ അവർക്കും ഇല്ല റൈറ്റ്സ്, അവർക്കും ഇല്ല ആഗ്രഹങ്ങൾ, ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാനും അതുപോലെ തന്നെ ഇഷ്ടത്തിന് ട്രാവൽ ചെയ്യാനും. പബ്ലിക് പ്ലേസിൽ നമ്മൾ അവരെ കണ്ടാൽ നമ്മൾ എന്താ ചെയ്യാം? ഹെൽപ്പ് ചെയ്ത് കൊടുക്കുമല്ലേ. വീൽ ചെയർ ഒക്കെ തള്ളി കയറ്റാനായാലും, ഇപ്പോൾ കണ്ണ് കാണാത്ത ആളാണെങ്കിൽ അപ്പുറത്ത് ക്രോസ് ചെയ്യാനൊക്കെ ആയാലും നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഡിസേബിലിറ്റി ഉള്ള ആൾക്കാരെന്ന് എന്തിന് നിങ്ങൾ വിശേഷിപ്പിക്കണം? നമ്മുടെ കേരളത്തിലെ ഒരു പ്രത്യേകതയാണ് അങ്ങനെയുള്ളവരെ ഒരു സമൂഹം മാറ്റി നിർത്തുന്നത്. നമ്മളിപ്പോൾ മേ ബി അവരെ ഹെൽപ്പ് ചെയ്താൽ തന്നെ കുറച്ചു നേരത്തേക്ക് ഒരു റിലീഫ് അവർക്ക് തോന്നിയേക്കാം. എങ്കിൽ കൂടി മീൻസ് ഇൻഡിപെൻഡന്റ് ആയിട്ട് അവർക്കൊന്നും സ്വയം ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ എന്നുള്ളൊരു തോന്നല് അവർക്ക് വരാതിരിക്കുന്ന രീതിയിൽ വേണം നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യാനായി. ഇൻഡിപെൻഡന്റ് ആയിട്ട് യാത്ര ചെയ്യാനുള്ള അവസരം നമ്മുടെ നാട്ടിൽ എന്തായാലും ഇല്ല. അപ്പോൾ അതിനി വരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിപ്പോൾ ഒരാൾ വിചാരിച്ചാൽ മാത്രം നടക്കില്ല, ഒരു കൂട്ടം ആൾക്കാരെ തന്നെ അതിന് വിചാരിക്കേണ്ടതുണ്ട്. ഇനി മൂന്നാമത്തെ പോയിന്റ്, നമ്മളൊരു സ്ഥലത്ത് ട്രാവൽ പോകും, അവിടെ പബ്ലിക്കായിട്ട് ഒരു ടോയ്ലറ്റ് ഇല്ല, ഇരിക്കാനൊരു പ്ലേസ് ഇല്ല. ഇരിക്കണമെങ്കിൽ റെസ്റ്റോറൻറ്റ് അതുപോലെ ഷോപ്പിലൊക്കെ പോയിരിക്കണം. വാട്ടറിനാണെങ്കിൽ ക്യാഷ് കൊടുത്ത് വാങ്ങിക്കണം, പബ്ലിക് വാട്ടർ ഇല്ല. ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ആ സ്ഥലം മനോഹരമായ സ്ഥലമാണെങ്കിൽ കൂടി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമോ? ഇതാണ് എനിക്ക് കേരളത്തിലൊരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. എത്രത്തോളം ഒരാൾ കേരളത്തിൽ എവിടെയെങ്കിലും ട്രാവൽ പോയി കഴിഞ്ഞ് പാലപ്പുഴ ബീച്ച് തന്നെ എടുക്കുക, അവിടെ ഒരു പബ്ലിക് ടോയ്ലറ്റ് ഇല്ല. ഇത്തരം സിറ്റുവേഷനിൽ നമുക്ക് ആ പ്ലേസിൽ എൻജോയ് ചെയ്യാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ അടുത്ത പോയിന്റ്, എക്സ്പെൻസീവ്. കേരളത്തെ വെച്ച് മറ്റ് സ്റ്റേറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കൊക്കെ തോന്നും കേരളത്തിലൊക്കെ വിലക്കുറവാണെന്ന്. പക്ഷേ അല്ല. നമ്മുടെ കേരളത്തിലെ പെട്രോൾ തന്നെ എടുത്ത് നോക്കിയേ, ഇപ്പം എത്ര റേറ്റ്. ഇപ്പം ഞാൻ പെട്രോളിൻ്റെ കാര്യം മാത്രം പറയുന്നില്ല, മിക്ക സാധനങ്ങൾക്കും. ഞാൻ ഐഫോണിനെ പറ്റിയോ LED TV-നെ പറ്റിയോ വലിയ വിലപിടിപ്പുള്ള കാറിനെ പറ്റിയോ ഒന്നുമല്ല പറയുന്നത്. ബേസിക് ആയിട്ടുള്ള കുറച്ച് തിങ്സിനെ പറ്റി. ഇതിനൊക്കെ ഡെഫിനറ്റ്ലി കേരളത്തിൽ തന്നെയാണ് വില കൂടുതൽ. അത് എന്തിനൊക്കെയാണെന്ന് ചോദിച്ചാൽ ഞാൻ എടുത്ത് പറയുന്നില്ല. ഇതില്ലാണ്ട് കേരളത്തിലെ ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള സാധനങ്ങൾക്ക് കേരളത്തിൽ ഭയങ്കര വില കൂടുതലാണ്. ഇനി ലാസ്റ്റ് വൺ, റോഡ് ബ്ലോക്ക്. നമ്മുടെ കേരളത്തിലെ റോഡ് ബ്ലോക്കിനെ പറ്റി എല്ലാവർക്കും അറിയാലോ അല്ലേ.
ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും റോഡ് പണിയൊക്കെ വന്നാൽ തന്നെയും നമ്മൾ അവിടെ നിന്ന് ഇവിടം വരെ വണ്ടിയിൽ വന്നു കഴിയുമ്പോൾ അവിടെ എത്തുമ്പോഴായിരിക്കും അറിയുന്നത് അയ്യോ ഇവിടെ റോഡ് പണി നടക്കുകയാണ്. അപ്പോൾ ഈ റോഡ് പണി നടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു ജാഗ്രത പോലെ തന്നാൽ അത് മറ്റുള്ളവർക്കൊക്കെ ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും. മാത്രമല്ല നമ്മുടെ കേരളത്തിലെ റോഡുകളൊക്കെ ഇപ്പോൾ പതുക്കെ പതുക്കെ വികസിച്ചു വരുന്നുണ്ട്. അതൊക്കെ സമ്മതിച്ചു. എങ്കിൽ കൂടിയും പല സ്ഥലങ്ങളിലും ഇപ്പോഴും ഇടുങ്ങിയ വഴിയൊക്കെ തന്നെയാണ്. ഇപ്പോഴും 2 വേ ആണ് പല സ്ഥലങ്ങളിലും, എങ്കിലും ചില സ്ഥലങ്ങളിൽ 2 വേ മാറിയിട്ട് ഇപ്പോൾ 4 വേ ആക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, ഈ ബ്ലോക്കൊക്കെ വരുമ്പോൾ വണ്ടികളിലേക്ക് ഹോൺ അടി, അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഒരു തവണ ഹോൺ അടിച്ചു വീണ്ടും 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 ഹോൺ അടിച്ച് സൗണ്ട് പൊല്യൂഷൻ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ കേരളത്തിലുള്ളവരുടെയൊക്കെ ഒരു നേച്ചറാണ്. മറ്റ് സ്റ്റേറ്റിനെ വെച്ച് നോക്കുവാണെങ്കിൽ അവിടെ ഒന്നും ഒരുപാട് ഇതുപോലെ ഹോൺ കിടന്ന് അടിക്കില്ല. കാരണം അവിടെ റോഡിനൊക്കെ ഒരുപാട് വീതിയുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ, റിലീജിയസ് സൗണ്ട്. ഭയങ്കര സ്പീക്കറിൽ പാട്ടും കൂത്തും ഒക്കെ വെച്ചിട്ട് ഇപ്പം നമ്മുടെ റിലീജിയൻസ് ആയിട്ടുള്ളവരൊക്കെ തന്നെ ആയാലും അടുത്താണെങ്കിൽ കൂടിയും വീടുകളുണ്ട്, കുഞ്ഞുകുട്ടികളെയൊക്കെ കഷ്ടപ്പെട്ടായിരിക്കും ഉറക്കുന്നത്. ഇതൊക്കെ മറ്റുള്ളവരുടെ ഫ്രീഡത്തിന് ഒരുപാട് കയ്യേറുന്നൊരു ടിപ്പിക്കൽ പരിപാടിയാണ്. എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എങ്കിൽ കൂടിയും ഞാൻ ഇതുകൂടി പറയുന്നത്, ഇതൊക്കെ കേൾക്കുമ്പോൾ എങ്കിൽ ഗുജറാത്തിലേക്ക് പോകും അല്ലെങ്കിൽ വേറെ കൺട്രീസിലേക്ക് പോകാൻ പറയുമായിരിക്കും. എങ്കിൽ കൂടിയും ഞാൻ പറയും, ഞാൻ കേരളത്തിൽ തന്നെ ജീവിക്കുള്ളൂ.